ഹലോ. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് വിനീഗറിൻ്റെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്ലീനിങ് യൂസസ് ആയിട്ടാണ്. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ബാക്ക്. അപ്പോൾ ആദ്യത്തെ യൂസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ വെജിറ്റബിൾസും ഫ്രൂട്ട്സും എല്ലാം നന്നായി ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നു. അപ്പം നമുക്ക് ഇന്ന് മാർക്കറ്റിൽ കിട്ടുന്ന വെജിറ്റബിൾസ് ഓർഗാനിക് ആണെന്ന് പറഞ്ഞാൽ കൂടി നമുക്ക് കറക്റ്റായിട്ട് അത് ക്ലീൻ ചെയ്തെടുക്കണം. അപ്പോൾ ആദ്യമേ നമ്മൾ വെജിറ്റബിൾസ് നന്നായിട്ട് ക്ലീൻ ചെയ്യുക. അതിനകത്തോട്ട് ഒരു 1/2 കപ്പെങ്കിലും വിനീഗർ ആഡ് ചെയ്യുക. അതുപോലെ നമ്മൾ സോൾട്ടും കൂടി ആഡ് ചെയ്ത് ഒരു 15 മിനിറ്റ്സ് എങ്കിലും അതിൽ വെച്ചിട്ട് നമ്മൾ വെജിറ്റബിൾസ് ക്ലീൻ ചെയ്തെടുക്കുക. അതുപോലെ ഫ്രൂട്ട്സും. ഇനി ഇതുപോലുള്ള ഫ്ലാസ്കുകൾ, കെറ്റിൽസ്, അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം നമുക്ക് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് വിനീഗർ ഒത്തിരി ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ ഇതുപോലുള്ള ഫ്ലാസ്കുകൾ എടുത്തിട്ട് അതിനകത്തോട്ട് നല്ല ഹോട്ട് വാട്ടർ ആഡ് ചെയ്യുക. ഒരു 1/2 കപ്പെങ്കിലും വിനീഗർ ആഡ് ചെയ്തതിന് ശേഷം ഓവർനൈറ്റ് വെക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത്. അല്ലെങ്കിൽ ഒരു മിനിമം 3 hours എങ്കിലും ഇത് വെച്ചതിന് ശേഷം നന്നായിട്ട് ക്ലീൻ ചെയ്ത ഈ ഫ്ലാസ്കിലുള്ള ബാഡ് സ്മെല്ലോ അതിലുള്ള സ്റ്റെയിൻസ് എല്ലാം റിമൂവ് ചെയ്യാൻ ഭയങ്കര എളുപ്പമായിരിക്കും. ഇനി അടുത്തൊരു യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ സോഫ, അങ്ങനെയുള്ള ഐറ്റംസ്, കാർപ്പറ്റ്സ്, നമ്മുടെ ബെഡ്, ഇതിലെല്ലാം ചില സമയത്തെങ്കിലും ഒരു ഫൗൾ സ്മെല്ല് വരാറുണ്ട്. അപ്പോൾ ഇതിന് നല്ലൊരു എഫക്റ്റീവ് സൊല്യൂഷനാണ് വിനീഗർ. അപ്പോൾ നമ്മൾ ഒരു 1/2 ലിറ്ററെങ്കിലും വെള്ളം എടുത്തിട്ട് അതിനകത്തോട്ട് ഒരു 1/2 കപ്പ് വിനീഗർ ആഡ് ചെയ്തതിന് ശേഷം നമ്മുടെ കംഫർട്ട് ഫാബ്രിക് കണ്ടീഷണറില്ലേ അതിൻ്റെ ഒരു 5 drops ആഡ് ചെയ്യുക. അതിനുശേഷം എവിടെയാണോ നമുക്ക് നല്ല ഡിയോഡ്രൈസ് ചെയ്യേണ്ടത് അവിടെ നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഒരുപാട് അങ്ങ് സ്പ്രേ ചെയ്ത് ജസ്റ്റ് ഒരു മിസ്റ്റ് പോലെ ചെയ്യണം. അതിനുശേഷം അത് തന്നെ എയർ ഡ്രൈ ആയിക്കോളും. ഇതിനകത്തോട്ട് ഇതുപോലെ ഫാബ്രിക് കണ്ടീഷണർ അല്ലെങ്കിൽ നമ്മളുടെ കയ്യിൽ എസെൻഷ്യൽ ഓയിൽ ഉണ്ടെങ്കിൽ അതും ബെസ്റ്റാണ്. ചിലപ്പോഴെങ്കിലും നമ്മുടെ സിസേഴ്സിലൊക്കെ ഭയങ്കര സ്റ്റിക്കിനെസ് ഫീൽ ചെയ്യാറുണ്ട്. അങ്ങനെയുള്ള ടൈമിൽ ഒരു മൈക്രോ ഫൈബർ ക്ലോത്തിൽ വിനീഗർ സ്പ്രേ ചെയ്തതിന് ശേഷം നന്നായിട്ട് വൈപ്പ് ചെയ്ത് എടുക്കുകയാണെങ്കിൽ സിസേഴ്സിൻ്റെ ആ സ്റ്റിക്കിനെസ് എല്ലാം മാറി നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നമുക്ക് കിട്ടും. ഇനിയൊരു യൂസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ടൂത്ത് ബ്രഷില്ലേ അതിനകത്തെങ്കിലും പലപ്പോഴെങ്കിലും ചിലപ്പോൾ കറയുണ്ടാവും. അപ്പോൾ നമുക്ക് അത് ആ സമയത്ത് ടൂത്ത് ബ്രഷ് ചേഞ്ച് ചെയ്യാം. അതല്ല, നമുക്ക് കുറച്ച് നാൾ കൂടി അത് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ച് വിനീഗർ എടുത്തിട്ട് അതിനകത്ത് ഒരു 1 hour എങ്കിലും നമ്മൾ ഡിപ്പ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബാഡ് സ്മെല്ലും അതിലുള്ള ചെറിയ ചെറിയ മാർക്സൊക്കെ പോയി ടൂത്ത് ബ്രഷ് വീണ്ടും നല്ല ഫ്രഷായി എടുക്കാൻ പറ്റും. ഇനി വിനീഗർ നല്ല ഡിയോഡ്രൈസറും അതുപോലെ തന്നെ ഫാബ്രിക് എൻഹാൻസറുമാണ്. നമ്മുടെ കംഫർട്ട് പോലെ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏജൻ്റാണ്, ക്ലീനിങ് ഏജൻ്റാണ് വിനീഗർ. അപ്പോൾ നമ്മൾ വാഷിംഗ് മെഷീനിൽ നമ്മൾ ഫാബ്രിക് സോഫ്റ്റ്നർ എല്ലാം ആഡ് ചെയ്യുന്ന ആ ഒരു സ്ഥലത്ത് നമ്മൾ വിനീഗർ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് സാധാരണ പോലെ അലക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ തുണികളെല്ലാം നല്ല കണ്ടീഷൻ ചെയ്തെടുക്കാൻ അത് ഹെൽപ്പ് ചെയ്യുന്നു. അതുപോലെ നമ്മളുടെ ടവൽസ് എല്ലാം ഇടയ്ക്കെങ്കിലും ഒന്ന് വിനീഗർ സൊല്യൂഷനിൽ ഡൈല്യൂട്ട് ചെയ്ത വിനീഗർ സൊല്യൂഷനിൽ ഡിപ്പ് ചെയ്ത് വെച്ചാൽ അത് കുറച്ചുകൂടി നല്ല ഡിയോഡ്രൈസ് ചെയ്ത് എടുക്കാൻ ഹെൽപ്പ് ചെയ്യുന്നു. ഇനി നമ്മുടെ ഗ്ലാസ് ഡോർസ്, വിൻഡോസ്, അതുപോലെ നമ്മളുടെ കണ്ണാടികൾ, ഇതെല്ലാം ക്ലീൻ ചെയ്യാൻ നമ്മൾ കോളിൻ പോലുള്ള ക്ലീനിങ് ഏജൻറ്റ്സ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അതല്ലെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് വിനീഗറും വെള്ളവും കൂടി ഡൈല്യൂട്ട് ചെയ്ത മിക്സ്ചർ യൂസ് ചെയ്ത് സ്പ്രേ ചെയ്ത് ഒരു മൈക്രോ ഫൈബർ ക്ലോത്ത് വെച്ചിട്ട് വൈപ്പ് ചെയ്ത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വിൻഡോസ് എല്ലാം നല്ല ക്ലീൻ ആവുകയും നല്ല ആ മാർക്സ് എല്ലാം മാറി നല്ല ക്ലിയറായി കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ ഈ സവാള, വെളുത്തുള്ളി, അങ്ങനെയുള്ള ഐറ്റംസൊക്കെ എടുത്തിട്ട് അല്ലെങ്കിൽ ഫിഷൊക്കെ കട്ട് ചെയ്തതിന് ശേഷം പലപ്പോഴും സോപ്പിട്ട് കഴുകിക്കഴിഞ്ഞാൽ കൂടിയും ആ സ്മെല്ല് പോവാതെ നിൽക്കാറുണ്ട്. അപ്പോൾ അതിന് ശേഷം നമ്മളുടെ കയ്യിൽ കുറച്ച് വിനീഗർ എടുത്തൊന്ന് റബ്ബ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഫൗൾ സ്മെല്ലെല്ലാം പോയി നല്ല ക്ലിയറായി കിട്ടുന്നതാണ്. ഇനി ഇതുപോലെയുള്ള ഷൂ ഒക്കെ നമ്മൾ ഒക്കേഷണലി യൂസ് ചെയ്യുന്ന ഷൂ എല്ലാം നമ്മുടെ കബോർഡിനകത്ത് ഇടയ്ക്ക്, എസ്പെഷ്യലി മഴക്കാലത്ത് എടുത്ത് നോക്കുമ്പോൾ ആകെ പൂപ്പലൊടിച്ച് നിറയെ മാർക്കൊക്കെ ആയിട്ട് ഇരിപ്പുണ്ടാവും. അപ്പോൾ അത് നമുക്ക് എങ്ങനെ ക്ലീൻ ചെയ്യാമെന്ന് നോക്കാം. ആദ്യമേ ഒരു ടവലോ ടിഷ്യോ അങ്ങനെ എന്തെങ്കിലും എടുത്തിട്ട് ഷൂ നന്നായിട്ടൊന്ന് ജസ്റ്റ് ക്ലീൻ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം
ഒരു മൈക്രോ ഫൈബർ ക്ലോത്തോ അതുപോലെയുള്ള നല്ല അബ്സോർബിങ് പവറുള്ള ഒരു തുണി എടുത്തിട്ട് വിനീഗർ വെള്ളം മിക്സ്ചർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ പൂപ്പലെല്ലാം മാറി നല്ല ഷൈനിങ്ങോടുകൂടി നമ്മുടെ ലെതർ ഷൂ എല്ലാം നമുക്ക് എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ലെതർ ബാഗ്സിലും നമ്മൾ ഇതുപോലെ തന്നെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്ന് പറഞ്ഞ ക്ലീനിങ് ടിപ്സ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയുന്നതായിരിക്കാം, എന്നാലും ഇവിടെ അറിയാത്തവർക്ക് വേണ്ടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഒരു ടിപ്പെങ്കിലും നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് പ്രതീക്ഷിക്കുന്നു. പുതിയൊരു വീഡിയോയിൽ ഉടനെ കാണാം. അതുവരേക്കും ബൈ.